Good morning. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇയറിൻ്റെ അനാറ്റമി ഫിസിയോളജി ഒക്കെ പഠിച്ചു അല്ലേ. ഇയറിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഇന്നർ ഇയർ, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഓരോ സ്ട്രക്ചറിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര തരം കേൾവിക്കുറവുകൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ കേൾവിക്കുറവ് വരാം എന്നുള്ളതാണ്. അപ്പോൾ അനാറ്റമി ഫിസിയോളജി കഴിഞ്ഞാൽ ഇനി അതിൽ വരുന്ന പ്രശ്നങ്ങൾ, ഒരു കണക്കിന് പറഞ്ഞാൽ പാത്തോളജി അല്ലെങ്കിൽ അതിൽ വരുന്ന ഡിസീസസ്, സ്ട്രക്ചർ, ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഏരിയയിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ കാഴ്ചക്കുറവ് പറയും. അതേപോലെ കേൾവിക്ക് കുറവ് സംഭവിച്ചാൽ അതിനാണ് കേൾവിക്കുറവ് പറയുന്നത്. അപ്പോൾ കേൾവിക്കുറവിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഡെഫ്നെസ്. അപ്പോൾ ഡെഫ്നെസ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുക എന്ന എബിലിറ്റിയിൽ എനി പ്രോബ്ലം ഇൻ ദ എബിലിറ്റി ടു ഹിയർ സൗണ്ട്സ്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നത് അതിനെയാണ് കേൾവിക്കുറവെന്ന് പറയുന്നത്. ഹിയറിംഗ് ലോസ് ഉണ്ട്, ഹിയറിംഗ് ലോസ് എന്നുള്ള ടേം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡെഫ്നെസ് എന്നുള്ള ടേമും യൂസ് ചെയ്യാം. അപ്പോൾ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഡെഫ്നെസ് ഇത് വരുന്നതിൻ്റെ സിംറ്റംസ് ഉണ്ടാവും. ആദ്യം തന്നെ കേൾവി പെട്ടെന്ന് ഒരു ദിവസം കുറയില്ല ചെയ്താവും. അങ്ങനെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ജനറലി ആൾക്കാർക്ക് ഇതിന് മുന്നോടിയായിട്ട് പല ലക്ഷണങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ഉറക്കെ എന്തും ഇപ്പോൾ ടി വിയുടെ വോളിയൊക്കെ ആണെങ്കിൽ ഉറക്കെ വയ്ക്കേണ്ടി വരിക, കമാൻഡ്സ് ഒക്കെ വെച്ചാൽ ഉറക്കെ പറയേണ്ടി വരിക. അതേപോലെ പലർക്കും ചെവി വേദന, തലകറക്കം, ചെവിയിലൊരു മൂളലിനെ റിംഗിങ് സൗണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ മെഡിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ടിനൈറ്റിസ് എന്നാണ്. അപ്പോൾ ടിനൈറ്റിസ് എപ്പോഴും വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് റിംഗിങ് സൗണ്ട് ഇൻ ദ ഇയർ. പലർക്കും അതിങ്ങനെ ഹൈ ഫ്രീക്വൻസി ആയിട്ട് കൂക്കുന്ന പോലെയായിട്ട് തോന്നും. ചിലർക്ക് ഇങ്ങനെ മണി അടിക്കുന്ന വെച്ച പോലെ തോന്നും. ചിലർക്കത് ലോ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വണ്ടൊക്കെ മുരളണ വെച്ച പോലെ തോന്നും. അപ്പോൾ പല രീതിയിൽ ഈ ചെവിയിലൊരു മൂളൽ ഉണ്ടാവും. പലപ്പോഴും വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ പറയും ഇങ്ങനെ ചെവി മൂളണമെന്ന്. നമുക്ക് തന്നെ പലപ്പോഴും ഈ കുറച്ച് നേരം എന്തെങ്കിലും കേട്ടിരുന്നിട്ട് ചെവിയിൽ നിന്ന് അത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നേരം സ്പീക്കറിൻ്റെ ഒക്കെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ കുറച്ച് നേരം ഇങ്ങനെ ഒരു മൂളണ ഫീലിംഗ് തോന്നും. അത് നാച്ചുറലാണ്. അത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെവിയിൽ അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അതിന് ടിനൈറ്റിസ് എന്ന് പറയുന്നതും അത് കേൾവിക്കുറവിൻ്റെ ഒരു ലക്ഷണമായി മാറുന്നതും. അതേപോലെ തലകറക്കം അതിന് പറയുന്നതാണ് ഡിസിനസ് വെർട്ടൈഗോ എന്നൊക്കെ പറയുന്നത് തല കറങ്ങുന്നതിനാണ്. ചിലപ്പോൾ നമുക്ക് നമ്മൾ നിന്ന് കറങ്ങുന്ന പോലെ തോന്നും, ചിലപ്പോൾ നമ്മൾ ചുറ്റുമുള്ള സ്ഥലം കറങ്ങുന്ന പോലെ തോന്നും. അങ്ങനെ പല തരത്തിലുള്ള തലകറക്കങ്ങളുണ്ട്. അപ്പോൾ ഈ തലകറക്കമൊക്കെ പലപ്പോഴും കേൾവിയുടെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് കാണുക. പിന്നെ നമുക്ക് ഉണ്ടാവാറുള്ളത് ചെവി വേദന വരാറുണ്ട്. ചിലർക്ക് ഇൻഫെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെവി വേദന വരും. ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാന സിംറ്റംസ്. പിന്നെ ഒരുപാട് നോയ്സ് ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് സംസാരം മനസ്സിലാവാതെ വരിക, അത് ഈ കേൾവിക്കുറവിൻ്റെ ഒരു ലക്ഷണമാണ്. ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് മനസ്സിലാവാണ്ട് വരിക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലെ സ്ത്രീകളിലെ ശബ്ദങ്ങൾ മനസ്സിലാവാതെ വരുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ടി വി വോളിയം, ഫോണിൻ്റെ വോളിയം ഒക്കെ ഉറക്കെ കൂട്ടി വയ്ക്കുക അല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ വയ്ക്കുക. അതൊക്കെ ഈ കേൾവിക്കുറവ് ഉള്ളവർക്ക് കാണുന്ന ലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് കേൾവിക്കുറവിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് ഓർഗാനിക് ഹിയറിംഗ് ലോസും പിന്നെ നോൺ ഓർഗാനിക് ഹിയറിംഗ് ലോസും. അപ്പോൾ ഓർഗാനിക് ഹിയറിംഗ് ലോസ്, കേൾവിക്കുറവ്. ഓർഗാനിക്, നോൺ ഓർഗാനിക്. അപ്പോൾ ഈ ഓർഗാനിക് എന്നുള്ള ടേം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ. ജൈവ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഓർഗാനിക് വെജിറ്റബിൾസ്, ഓർഗാനിക് മാനുവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓർഗാനിക് എന്നുള്ള വാക്ക് ഇവിടെ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാരണം പറയാവുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ പ്രശ്നമോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രശ്നം, അതിൻ്റെ സ്ട്രക്ചറിനോ ഫങ്ഷനോ ഒരു കുഴപ്പം ഉള്ളത് കൊണ്ട് വരുന്ന കേൾവിക്കുറവ്. അതാണ് ഓർഗാനിക് ഹിയറിംഗ് ലോസ്. നമുക്ക് കൃത്യമായിട്ട്
ഈ മിഡിൽ ഇയറിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് ഉണ്ട്, അതുകൊണ്ടാണ് കേൾവി പ്രശ്നം വന്നത്, അല്ലെങ്കിൽ ഹെയർ സെൽസ് ഡാമേജ് ആണ്, അതുകൊണ്ടാണ് കേൾവിക്കുറവ് വന്നത്. അങ്ങനെ കൃത്യമായ റീസൺ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓർഗാനിക് ഹിയറിംഗ് ലോസ്. ഇനി നോൺ ഓർഗാനിക് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കൃത്യമായൊരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെയാണ് നോൺ ഓർഗാനിക് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും സൈക്കോളജിക്കലായിട്ട് കേൾവിക്കുറവ് വരും. അതായത് വളരെ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്ക്, അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കേൾവി നഷ്ടപ്പെടുന്നത്. ശരിക്കും സ്ട്രക്ചറിൽ നോക്കി ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവും, ഇവർക്ക് ഇത് കേൾവിക്കുറവ് വളരെ കൃത്യമായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. അതാണ് സൈക്കോളജിക്കൽ ഹിയറിംഗ് ലോസ്. പിന്നെയുള്ള ഒരു ഗ്രൂപ്പുകാർ, അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ കേൾവിക്കുറവുണ്ട് എന്ന് അഭിനയിക്കാം. പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കേൾവി 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യും. അന്നേരം കേൾവി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കുന്നത്, മനഃപൂർവ്വം കള്ളത്തരം കാണിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനെ പറയാം മാലിങ്കറിങ് എന്നാണ്. മാലിങ്കറിങ് അതാണ് നോൺ ഓർഗാനിക്കിലെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഓർഗാനിക്കിന് ഇന്ന ഭാഗത്ത് പ്രശ്നം വരുന്നത്, ആ രീതിയിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാറുള്ളത് 3 ടൈപ്പാണ്. പക്ഷേ നമ്മളുടെ ടെക്സ്റ്റിൽ അതിനൊന്നും കൂടെ ഒന്ന് വിപുലീകരിച്ച് 5 ടൈപ്പ് പറയുന്നത്. 1 കണ്ടക്റ്റിംഗ്, 2 സെൻസറി, 3 ന്യൂറൽ, 4 മിക്സഡ്, 5 സെൻട്രൽ. 5 സെൻട്രൽ. ഇത്രയാണ് ഓർഗാനിക് ടൈപ്പ് ലോസ് വരുന്നത്. ഇനി നോൺ ഓർഗാനിക്കിൻ്റെ വരുന്നതാണ് സൈക്കോജനി. ഇതിൽ പേഷ്യൻറ്റിന് മനസ്സിലാവുന്നില്ല ഇയാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലം കൊണ്ടാണ് ഇതുള്ളത്. അത് ചിലപ്പോൾ ഷോക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. രണ്ടാമത്തെ ആണ് മാലിങ്കറിങ്. സൈക്കോജനിക്കിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഹിസ്റ്ററിക്കൽ. ഹിസ്റ്ററിക്കൽ അതാണ് നമ്മളുടെ ഹിയറിംഗ് ലോസിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇയറിൻ്റെ അനാറ്റമി പഠിച്ചപ്പോൾ ഇയറിൻ്റെ 3 ഭാഗങ്ങളുണ്ട് അല്ലേ? ഇയറിൽ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. എല്ലാവരും അതിനെ വരയ്ക്കാനും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൽ നമ്മളുടെ പിന്നെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, അതുപോലെ ടിമ്പാനിക് മെംബ്രെയിൻ, മാലിയസ്, ഇൻകസ്, സ്റ്റേറ്റസ്, യൂസ്റ്റേഷ്യൻ ട്യൂബ്, സെമിസർക്കുലർ കനാൽസ്, കോക്ലിയ, അതുപോലെ വെസ്റ്റിബ്യൂൾ, ഓഡിറ്ററി നെർവ്. ഇത്രയും ഭാഗങ്ങളാണ് ഇയറിൽ വരുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗത്ത് പ്രശ്നം വരുമ്പോഴും പല രീതിയിലാണ് കേൾവിയെ ബാധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫങ്ഷൻസ് നോക്കിയാൽ അറിയാം. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ഒക്കെ ഇന്നർ ഇയറിലേക്ക് ശബ്ദം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മിഡിൽ ഇയർ വഴി ഇന്നർ ഇയറിലേക്ക് ശബ്ദം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നവരാണ്. ഇന്നർ ഇയറിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ഇയറിലാണ്
കോക്ലിയയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഓർഗൻ ഓഫ് കോട്ടയും ഉള്ളത്. അപ്പോൾ ഇന്നർ ഇയറിലേക്ക് ശബ്ദത്തിനെ കൊണ്ടുപോകാൻ ആ ഒരു കൊണ്ടുപോകുന്ന പ്രോസസ്സ്, അതിന് വേണ്ടി അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുക, അതേപോലെ അതിനെ കൊണ്ടുപോകുക, അത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ചെയ്യുന്നത് അല്ലേ. എക്സ്റ്റേണൽ ഇയർ സൗണ്ടിനെ കളക്ട് ചെയ്യുന്നു, അതിനെ ടിമ്പാനിക് മെംബ്രെയിനിൽ കൊണ്ടുപോകുന്നു, ആ വൈബ്രേറ്റ് ചെയ്യുന്നു, ആ വൈബ്രേഷൻസ് മിഡിൽ ഇയർ ആംപ്ലിഫൈ ചെയ്യുന്നു, അതാണ് മിഡിൽ ഇയറിൻ്റെ ട്രാൻസ്ഫോമർ ആക്ഷൻ. അതുപോലെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അങ്ങനെ അത് നമ്മളുടെ ഇന്നർ ഇയറിലേക്ക് എത്തുന്നു. അതുവരെയും ശബ്ദത്തിന് അതിൻ്റെ അതേ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്, ആ വൈബ്രേഷൻസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്, അതിനൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൻ്റെയും മിഡിൽ ഇയറിൻ്റെയും ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷനാണ്. കണ്ടക്ഷൻ 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 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് കൊണ്ടുപോകുക, അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇന്നർ ഇയറിലെത്തുമ്പോൾ ഇന്നർ ഇയറിൽ കോക്ലിയയിലുള്ള ഹെയർ സെൽസ് ഈ വന്ന സൗണ്ട് എനർജീനെ എന്താക്കി മാറ്റുന്നു? ന്യൂറൽ ഇമ്പൾസസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന നമ്മളുടെ ഈ ഒരു ഹെയർ സെൽസിൻ്റെ ഫങ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ന്യൂറൽ ഇമ്പൾസസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ന്യൂറൽ ഇമ്പൾസസിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അതിനുള്ള സെൻസറി പാർട്ടാണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇയറിലോ മിഡിൽ ഇയറിലോ മിഡിൽ ഇയറിലോ എന്തെങ്കിലും പ്രോബ്ലം വന്ന് കേൾവിക്ക് ഒരു കുറവുണ്ടായാൽ അതിനെ പൊതുവേ പറയാം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നാണ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എക്സ്റ്റേണൽ ഇയറിലോ മിഡിൽ ഇയറിലോ രണ്ടിടത്തും വരണമെന്ന് നിർബന്ധമില്ല. ഇതിലേതെങ്കിലും ഒരു പോർഷനിൽ എന്തെങ്കിലും ഒരു പ്രയാസം, ഉദാഹരണത്തിന് ഇവിടെ വാക്സ് അടിഞ്ഞു, അതല്ലെങ്കിൽ ഈ ടിമ്പാനിക് മെംബ്രെയിനിൽ ദ്വാരം വീണു, അല്ലെങ്കിൽ നാല് സ്റ്റേറ്റ്സിന് എവിടെയെങ്കിലും ഒരു പൊട്ടൽ വന്നു, അതിൻ്റെ ആ ഒരു ചെയിൻ പോലെ നിൽക്കുന്നത് ഡിസ്കണ്ടിന്യൂഡായി, അല്ലെങ്കിൽ തമ്മിൽ ആ ഒരു ചെയിൻ പോലെ നിൽക്കുന്നത് പൊട്ടിപ്പോയി. അതുപോലെ യൂസ്റ്റേഷൻ ട്യൂബിലൊരു ബ്ലോക്ക് വന്നു, അതായത് ഇത് അടഞ്ഞു തുറക്കുന്നില്ല. പിന്നേക്ക് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി, ചിലർക്ക് പിന്നെ ഉണ്ടാവില്ല, ഈ പുറത്ത് കാണുന്ന ചെവി എന്ന് പറയുന്ന ഭാഗത്തിൽ വരെ ഇങ്ങനെ ചുരുങ്ങിയൊരു ഭാഗം ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഈ യൂസ്റ്റേഷൻ ട്യൂബ് വളരെ നേർത്ത് അടഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ പല പല കാരണങ്ങൾ, ചിലപ്പോൾ ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടാവാം, മിഡിൽ ഇയറിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, മിഡിൽ ഇയറിൽ പസ് നിറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ എക്സ്റ്റേണൽ ഇയറിലും മിഡിൽ ഇയറിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, സ്ട്രക്ചറിലെയോ ഫങ്ഷണലിയോ ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ കേൾവിക്കുറവുണ്ടാകും. കാരണം എന്താ? നമ്മളുടെ ശബ്ദത്തിന് അകത്തോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഭാഗമായ ഇന്നർ ഇയറിലേക്ക് കൊണ്ടുപോകുന്നത് ഈ എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും വഴിയാണ്. അപ്പോൾ അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? വേണ്ടത്ര സൗണ്ട് അകത്തോട്ട് എത്തില്ല, അതുവഴി ഒരു കേൾവിക്കുറവുണ്ടാകും. അപ്പോൾ ആ കേൾവിക്കുറവിനെ പറയുന്നതാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. അടുത്തതായി സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് സെൻസറി അല്ലെങ്കിൽ ന്യൂറൽ ഭാഗത്ത് വരുന്ന കേൾവിക്കുറവിനെയാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻസറി പോർഷൻ എന്ന് പറയുന്നത് ഇന്നർ ഇയറിലത്തെ കോക്ലിയയുടെ ഭാഗത്തിനെയാണ്. എന്തുകൊണ്ടായിരിക്കും? അകത്തേക്ക് കണ്ടക്ഷൻ വഴി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും വഴി വന്ന സൗണ്ട് വേവിനെ ഇമ്പൾസസ് ആയിട്ട്, അതായത് ആ സൗണ്ട് വേവ് നേരെ അതേപോലെ തലച്ചോറിലെത്തിയിട്ട് കാര്യമില്ല. തലച്ചോറിന് റീഡ് ചെയ്യണമെങ്കിൽ അത് എന്തായിട്ട് വേണം? ന്യൂറൽ ഇമ്പൾസസ് ആയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ന്യൂറൽ ഇമ്പൾസസ് ആക്കി മാറ്റുന്നവരാണ് ഹെയർ സെൽസ്. അപ്പോൾ ഔട്ടർ ഹെയർ സെൽസും ഇന്നർ ഹെയർ സെൽസുമാണ് ഈ പ്രധാനപ്പെട്ട ഈ ട്രാൻസ്ഡ്യൂസറായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഫോം ഓഫ് എനർജീനെ വേറെ ഫോം ഓഫ് എനർജി ആക്കി മാറ്റുന്നു. ഇതിപ്പോൾ വൈബ്രേഷൻ അല്ലെങ്കിൽ സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആക്കി മാറ്റുകയാണ് ഇന്നർ ഹെയർ സെൽസും ഔട്ടർ ഹെയർ സെൽസും ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസറി പോർഷൻ അല്ലെങ്കിൽ ന്യൂറൽ പോർഷൻ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കോക്ലിയയിൽ ഒരു പക്ഷേ ഹെയർ സെൽസ് ഡാമേജ്ഡ് ആവാം, അല്ലെങ്കിൽ കോക്ലിയ കാൽസിഫൈഡ് ആവാം. അതായത് കോക്ലിയയുടെ അകത്ത് അതിൻ്റെ ചാനലുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ബോണി ലാബ്രന്തും മെംബ്രേനസ് ലാബ്രന്തും, അത് മൊത്തത്തിൽ കാൽസിഫൈഡ് ആയി പോവാം, അതായത് മുഴുവൻ ബോണി പോർഷനായി പോവാം. അതുപോലെ ഇതിൻ്റെ നെർവിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാം. അങ്ങനെ
ഈ ഇന്നർ ഇയറിൻ്റെ പോർഷനിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും എന്ത് തരം കേൾവിക്കുറവുണ്ടാക്കും? സെൻസറി ന്യൂറൽ കേൾവിക്കുറവുണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും ഇപ്പം മിഡിൽ ഇയറിലൊരു പ്രശ്നമുണ്ട്, അയാൾക്ക് ഇന്നർ ഇയറിലൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് തരം കേൾവിക്കുറവാകും? നമ്മൾ ഈ മിക്സഡ് ബിരിയാണി എന്നൊക്കെ പറയുന്ന പോലെ ഈ മിക്സഡ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയില്ലേ? മിക്സഡ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ പോലെ ഉണ്ടാവും, എഗ് ഫ്രൈഡ് റൈസിൻ്റെ പോലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ ഈ മിഡിൽ ഇയറിലൊരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം, അതേപോലെ ഇന്നർ ഇയറിലൊരു ഭാഗത്ത് പ്രോബ്ലം, അങ്ങനെ രണ്ടിൻ്റെയും കോമ്പിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പറയണതാണ് മിക്സഡ് ഹിയറിംഗ് ലോസ് എന്നാണ് അതിനെ പറയാം. അതായത് കണ്ടക്റ്റീവ് മെക്കാനിസത്തിലും പ്രശ്നമുണ്ട്, സെൻസറി ന്യൂറൽ ഭാഗത്തും പ്രശ്നമുണ്ട്. രണ്ടിടത്തും പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അതിനെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്നാണ് പറയുക. ഇനി ഇത് പോയത് തലച്ചോറിലേക്കാണ് അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് ഈ ഇമ്പൾസസ് പോകുന്നത്. ഇനി അവിടുത്തെ ആ ഓഡിറ്ററി ഏരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഹയർ ലെവൽസിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നതാണ് സെൻട്രൽ ഹിയറിംഗ് ലോസ്. ഇപ്പം നോക്കി നോക്കൂ, നമ്മൾ പറഞ്ഞ ഓർഗാനിക് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസിൽ എല്ലാ ടൈപ്പും ആയില്ലേ? കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് വന്നു. നമ്മൾ അതിൽ സെൻസറി ലോസും ന്യൂറൽ ലോസും പറയുന്നുണ്ട്. സെൻസറി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ഈ ഏരിയ, ന്യൂറൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ആണ് ജനറലി പറയാം. അതായത് നെർവിൻ്റെ ഭാഗം ന്യൂറൽ പോർഷനും ഈ ഹെയർ സെൽസിൻ്റെ കോക്ലിയയുടെയും പോർഷൻ സെൻസറി പോർഷൻ. പക്ഷേ കോമൺ ആയിട്ട് നമുക്ക് അതിനെ വേർതിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമാണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസിനെ കോമൺ ആയിട്ട് പറയുക സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ്. പിന്നെ രണ്ടും കമ്പൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നു. അതുപോലെ സെൻട്രൽ ഹിയറിംഗ് ലോസ്, ബ്രെയിൻ ഏരിയസിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഡിറ്ററി ഏരിയയിലൊക്കെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് മുഴുവൻ നോർമലായിരിക്കും, പക്ഷേ കൊണ്ടുപോകുന്ന സിഗ്നൽസിനെ ബ്രെയിനിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് സെൻട്രൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഹിയറിംഗ് ലോസ്. ഇതെല്ലാം തന്നെ ഓർഗാനിക് ഹിയറിംഗ് ലോസിൽ പെടുന്നതാണ്. കാരണം എന്താണ്? നമുക്ക് കൃത്യമായിട്ട് ഓരോ സ്ട്രക്ചേഴ്സ് പറയാൻ പറ്റും. ഇന്നിടത്ത് പ്രശ്നം അല്ലെങ്കിൽ ഈ ഏരിയയിലാണ് അതിൻ്റെ ആ ഒരു ഏരിയയിലാണ് പ്രോബ്ലം നിൽക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാവുന്ന ഹിയറിംഗ് ലോസിനെയാണ്, കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഹിയറിംഗ് ലോസിനെയാണ് നമ്മൾ ഓർഗാനിക് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇനി പേഷ്യൻ്റ് സ്ട്രക്ചറൊക്കെ നോർമലായിട്ട് പേഷ്യൻ്റ് അറിയാതെ അയാൾക്ക് തോന്നുകയാണ് എനിക്ക് കേൾവിക്കുറവുണ്ട്. അത് ചിലപ്പോൾ മനഃപൂർവ്വമാവാം, ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടും ആവാം. അതിനെയാണ് നോൺ ഓർഗാനിക് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഹിയറിംഗ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടേഷൻസ് ആണ്. വിവിധ തരം സിംബൽസ്. നൊട്ടേഷൻസിന് മറ്റൊരു പേരെന്ന് പറയുന്നത് സിംബൽസ് ആണ്. നൊട്ടേഷൻസ് or notations of symbols used in audiogram. അപ്പോൾ നമുക്കറിയാം ഒരാളെ വയ്ക്കുകയാണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ്, അതിൽ തന്നെ AC ടെസ്റ്റ് ചെയ്യണം, BC ടെസ്റ്റ് ചെയ്യണം അല്ലേ? AC ടെസ്റ്റ് ചെയ്യണം, BC ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ BC ടെസ്റ്റ് ചെയ്യുമ്പോൾ മിസ് നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു മാസ്റ്റോയിഡിൽ വെച്ചിട്ടാണ് BC നോക്കുക. കാരണം എന്താ? സ്കള്ള് മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വലത്തെ ചെവി ഇടത്തെ ചെവി എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. രണ്ട് ചെവിയും ഏതാണ്ട് ഒരേ അളവിൽ കേൾവിയുള്ള ആൾക്ക് രണ്ടിലും ഒരേ ഇതാണ് വരിക. പക്ഷേ ഇനി ഒരാളുടെ ചെവിയിൽ രണ്ട് ചെവിയിൽ ഒരേ കേൾവിയല്ല വിചാരിക്കുക. രണ്ട് ചെവി രണ്ട് വ്യത്യസ്ത രീതിയിലാണ്. ഒരു ചെവി കേൾക്കില്ല, മറ്റേ ചെവി മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ഈ കേൾക്കാത്ത ചെവിയുടെ വാല്യൂസ് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഈ കേൾക്കുന്ന ചെവി ചെന്ന് സഹായിക്കും അല്ലേ? നമുക്ക് ഈ ചെവി പൊത്തിപ്പിടിച്ചാലും ഈ ചെവി ഇങ്ങനെ കേൾക്കില്ലേ? അപ്പോൾ ഈ ചെവിയുടെ കേൾക്കാത്ത ചെവിയുടെ കൃത്യം വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ കേൾക്കുന്ന ചെവിയെ കുറച്ച് നേരം മാറ്റി നിർത്തണം അല്ലേ? എന്നാലാണ് കേൾക്കാത്ത ചെവിയുടെ കൃത്യം വാല്യൂസ് മനസ്സിലാവുള്ളൂ. എന്തിനു വേണ്ടിയിട്ട് കൃത്യം വാല്യൂസ് മനസ്സിലാവുന്നത്? എന്നാലാണ് ആ കേൾവിക്കുറവിനനുസരിച്ചിട്ട് അയാൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ടി വരും. എന്ത് തന്നെയാണേലും ആ ചെവിയുടെ മാത്രം കേൾവി എത്രയുണ്ടെന്ന് അറിയണം.
മറ്റേ ചെവിയുടെ സഹായം ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് മാസ്ക് ചെയ്യുക എന്ന് പറയാം. അപ്പം ബി സിയും എ സിയും മാസ്ക് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ രണ്ടും മാസ്ക് ചെയ്യേണ്ട അവസ്ഥ വരും. കോമൺ ആയിട്ട് ബി സി മാസ്ക് ചെയ്യലാണ് എപ്പോഴും ചെയ്യേണ്ടി വരിക. കാരണം കേൾവിക്കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും രണ്ട് ചെവിയുടെയും കേൾവി ഒരേപോലെ ആവില്ല. അപ്പോൾ ഒരാൾ കേൾവിക്കുറവായിട്ട് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാസ്കിങ് മിക്കപ്പോഴും വേണ്ടി വരും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈസ് മാസ്കിങ് എ നെസസറി വൈൽ ടെസ്റ്റിംഗ് എയർ കണ്ടക്ഷൻ ഓർ ബോൺ കണ്ടക്ഷൻ? യെസ് എന്നാണ് ഉത്തരം. രണ്ട് ചെവിയുടെയും കേൾവി വ്യത്യസ്ത അളവിലാണെങ്കിൽ നമുക്ക് കേൾവി കുറവുള്ള ചെവിയുടെ കൃത്യമായ വാല്യൂസ് കിട്ടണമെങ്കിൽ ആ ബെറ്റർ ഇയറിനെ അല്ലെങ്കിൽ കേൾവി ബെറ്റർ ആയിട്ടുള്ള ചെവിയെ മാറ്റി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ഒന്ന് മൂടി വെക്കേണ്ടി വരും. അതിനെയാണ് മാസ്ക് ചെയ്യുക പറയുക. അപ്പോൾ നൊട്ടേഷൻസ് പറയുമ്പോൾ ഇത് അൺമാസ്ക്ഡ് ആയിട്ട് കണ്ടീഷനിലും എ സിയും ബി സിയും അൺമാസ്ക്ഡ് ആയിട്ടും ബി സിയും എ സിയും മാസ്ക്ഡ് ആയിട്ടും പറയാം. അതായത് റൈറ്റ് ഇയറിനെയും ലെഫ്റ്റ് ഇയറിനെയും മാസ്ക്ഡും വേണം, അൺമാസ്ക്ഡും വേണം. ഓക്കെ, മാസ്ക്ഡും വേണം, അൺമാസ്ക്ഡും വേണം. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻസ് പഠിക്കുമ്പോൾ അതിനെ നമുക്കൊരു ചാർട്ടാക്കാം. നൊട്ടേഷൻസ് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചാർട്ടാക്കി വെക്കാം. രണ്ട് ചെവിയുണ്ട് അല്ലേ, റൈറ്റ് ഇയർ ലെഫ്റ്റ് ഇയർ, രണ്ട് കോളാണ്. ഇനിയോ ഇതിലൊക്കെ തന്നെ അൺമാസ്ക്ഡും ഉണ്ട് മാസ്ക്ഡും ഉണ്ട്. നമ്മളിതൊന്നും മാസ്ക് ചെയ്യാതെ ചെയ്യുന്നത്, നോർമലി ചെയ്യുന്നതിന് പറയുന്നത് അൺമാസ്ക്ഡ് ഉണ്ട്. അപ്പോൾ അൺമാസ്ക്ഡ് ഉണ്ട്, മാസ്ക്ഡ് ഉണ്ട്. അൺമാസ്ക്ഡ് തന്നെ എ സി ഉണ്ട്, ബി സി ഉണ്ട്. എ സി ബി സി, എ സി ബി സി അല്ലേ. അപ്പോൾ റൈറ്റ് ഇയറിൻ്റെ ഇങ്ങനെ ഒരു ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഇയറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇയറിൻ്റെ എ സി എന്ന് പറയുന്നത് വട്ടം, ലെഫ്റ്റ് ഇയറിൻ്റെ എ സി എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഇയറിൻ്റെ ബി സിനെ നമ്മളെപ്പോഴും മനസ്സിലാക്കി, എ സി അവിടെ നിൽക്കട്ടെ, ബി സി അവിടെ നിൽക്കട്ടെ, എ സി എന്ന് പറഞ്ഞു. മാസ്ക്ഡ് എ സി എന്ന് പറയുന്നത് ഇത് ട്രയാങ്കിളും ഇത് സ്ക്വയറും. ഈ അൺമാസ്ക്ഡ്, അപ്പോൾ ചെവിനെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി ചെയ്യുന്ന സമയത്ത് ഇത് റൈറ്റും ഇത് ലെഫ്റ്റും അല്ല. അപ്പോൾ ഇങ്ങനെ വിചാരിക്കാം, റൈറ്റിൻ്റെ ഇങ്ങനെ ലെഫ്റ്റിൻ്റെ ഇങ്ങനെ. മനസ്സിലായോ? ഈ ഒരു ചിത്രം നോക്കുക, രണ്ട് ചെവി വരയ്ക്കുമ്പോൾ റൈറ്റ് ഇങ്ങനെ ലെഫ്റ്റ് ഇങ്ങനെ, അതേപോലെ റൈറ്റ് ലെഫ്റ്റ്. അത് മാസ്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നൊട്ടേഷൻസ്. ഇനി രണ്ടെണ്ണം തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ലൈൻസ് ഉണ്ട്, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻസ്. ഇതും അത് സോളിഡ് ലൈൻസ് ഉണ്ട്, ഇതും അതെ ഡോട്ടഡ് ലൈൻസ് ഉണ്ട്.
അപ്പോൾ നേരത്തെ നമ്മൾ ഓഡിയോഗ്രാമിൽ വരച്ചില്ലേ, ഓഡിയോഗ്രാം വരയ്ക്കുമ്പോൾ രണ്ട് സിമ്പിൾസ് തമ്മിൽ കൂട്ടിക്കുന്ന സമയത്ത് AC സിമ്പിൾസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ സോളിഡ് ലൈൻ അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള തിക്ക് വര കൊണ്ടും BC സിമ്പിൾസ് തമ്മിൽ കൂട്ടി യോജിക്കുമ്പോൾ ഡോട്ടഡ് ലൈൻസ് കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നൊട്ടേഷൻസിൽ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ വലിയ ലോസുള്ള ആൾക്കാർക്ക് ഏറ്റവും ലിമിറ്റിൽ, അതായത് മാക്സിമം ലിമിറ്റിൽ കൊണ്ടു കൊടുത്താലും ചിലപ്പോൾ അവർക്ക് കേൾക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? നമുക്ക് എവിടെയും മാർക്ക് ചെയ്യാനില്ല. അപ്പോൾ എന്ത് വേണം? ഓഡിയോമീറ്ററിൻ്റെ മാക്സിമം ലിമിറ്റ് ഇപ്പോൾ 120 dBയിൽ കൊടുത്തിട്ടും കേൾക്കുന്നില്ല എന്നാണെങ്കിൽ 120 dBയിൽ കൊണ്ടുപോയിട്ട് നോ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ യൂസ് ചെയ്യണം. അപ്പോൾ നോ റെസ്പോൺസ് എന്ന് പറഞ്ഞ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണെങ്കിൽ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ആരോ, ഇതാണെങ്കിൽ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ആരോ, BC സിഗ്നൽ ആണെങ്കിൽ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ആരോ. ഇതാണ് നോ റെസ്പോൺസ്. ഈ താഴേക്കൊരു ആരോ ഇടുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവലിലൊന്നല്ല, അതിൻ്റെ താഴെ നമുക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ശബ്ദം കൊടുക്കാൻ പറ്റുമെങ്കിൽ ആൾക്ക് അവിടെ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ താഴേക്കുള്ള ആരോ കൊടുക്കുന്നത്. അതാണ് നോ റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു ചാർട്ട് വരയ്ക്കാൻ പഠിക്കണം, സിമ്പിൾസ് പഠിക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അത് നമ്മളുടെ പ്രാക്ടിക്കലിനും വരാറുള്ളതാണ്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്.